118 സങ്കീർത്തനം 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 118, 19 മുതൽ. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവൻ, ഞാൻ അവയിൽ കൂടെ കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ വാതിൽ ഇത് തന്നെ, നീതിമാന്മാർ അതിൽ കൂടി കടക്കും. നീ എനിക്ക് ഉത്തരമരുളി എൻ്റെ രക്ഷയായി തീർന്നിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. യഹോവേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് ശുഭത നൽകണമേ. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവിൻ. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം. കരുണാസമ്പൂർണനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, അനുഗ്രഹമേറിയ ഒരു വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി സ്തുതിയും സ്തോത്രവും കരയിച്ചുന്നു. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്ന വചനം ഞങ്ങൾക്ക് ഓർമ്മ നൽകുമ്പോൾ ഹൃദയമാവുന്ന കവാടങ്ങൾ തുറക്കുവാനും മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്ന ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക്, ജീവിതമാവുന്ന ആലയത്തിലേക്ക് സ്വീകരിപ്പാനുള്ള
ദൈവിക മനോഭാവത്തെ ഈ ആരാധനയിൽ കൂടെ ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വെടിപ്പുള്ള കയ്യും നിർമ്മലമായ ഹൃദയത്തിൻ്റെ അനുഭവത്തോടുകൂടെ കർത്താവിനെ സ്വീകരിപ്പാൻ തക്കവിധം ഹോശന്ന പാടി ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ അങ്ങ് സഹായിക്കണമേ. ഇതിലേക്ക് വേണ്ടിയുള്ള ഒരുക്കം വചനത്തിൽ കൂടെയും ആരാധനയിൽ കൂടെയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഖിലാണ്ട മണ്ഡലത്തിൻ്റെ സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവത്തെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ ഒന്ന് മനോഹരമാക്കി തീർക്കുവാൻ കൃപയുണ്ടാകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ ആരാധനയിൽ ആദ്യവസാനം അങ്ങ് കൂടെ ഇരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങളുടെ ഇടയിൽ നൽകുമാറാകണമേ. ഞങ്ങളുടെ അപേക്ഷകളും ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും സ്വർഗത്തിലെ തമ്പുരാൻ സ്വീകരിക്കണമേ എന്ന് യാചിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടുന്നതൊക്കെയും ഈ ആരാധനയിൽ കൂടെ ലഭ്യമാക്കി നൽകി ഒരു പുതിയ ജീവിതാനുഭവത്തിൽ കൂടെ യാത്ര ചെയ്യുവാൻ കൃപയേകണമെന്ന് യാചിക്കുന്നു. അവിടുത്തെ കഷ്ടാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും അവിടുത്തെ വേദനയിൽ ഭാഗമാകുവാനും ഒരുങ്ങപ്പെടുന്ന ഈ നാളുകളിൽ കർത്താവിൻ്റെ ക്രൂശിനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുവാനും ക്രൂശിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ക്രൂശ് നൽകുന്ന മഹത്വവും രക്ഷയും അനുഭവിച്ചുകൊണ്ട് തന്നെ വിശുദ്ധിയുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഇടവരുത്തണമെന്ന് യാചിക്കുന്നു. ഈ ആരാധനാലയത്തിനകത്തളങ്ങളിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. അവിടെ പ്രാർത്ഥനകൾ അവിടെ നിന്ന് സ്വീകരിക്കണം. അധ്യവസന കൂടെ ഉണ്ടാകണം. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ. ഇപ്പോൾ നമുക്കിരിക്കാം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായി. കീർത്തന പുസ്തകത്തിൽ 111 കീർത്തനം, പുതിയ കീർത്തന പുസ്തകം 119. പാടും
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവ് പ്രിയമുള്ളവരെ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വന്നു നമ്മുടെ പിതാവായ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവേ നാമത്തിൽ നമുക്ക് പാപക്ഷമ നൽകണമെന്നു അപേക്ഷിക്കുകയോ ചെയ്യുക. നമ്മുടെ സഹായം യഹോവയുടെ നാമത്തിൽ ഉള്ളത്. ഭൂമിയുണ്ടാക്കിയത് ലംഘനങ്ങളെ യഹോവയുടെ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷിതമായുള്ളവേ, അരിഷ്ടപാപിളരിക്കുന്ന ഞങ്ങൾ സ്വഭാവത്താൽ പാപമുള്ളവരും അശുദ്ധമാകുന്നു എന്നു നിനക്ക് വിരോധമായ വിചാരങ്ങളാലും വാക്കുകളാലും പ്രവർത്തികളാലും പാപം ചിതറിക്കുന്നെന്ന് ഞങ്ങൾ നിന്നോട് പറയുന്നു. ആകയാ ഞങ്ങൾ അഭയം പ്രാപിപ്പ നിന്റെ ലവറ്റകരണയ്ക്കോടി വരികയോ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു നിമിത്തം ഞങ്ങളോട് കൃപയുള്ളവനാകണമെന്നോ വിനയമായി യാചിക്കുകയോ ചെയ്യുന്നു. മഹാകരുണയുള്ള ദൈവമേ, നിന്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് പരമാനത്തിന് ലഭിച്ചവനെ, ഞങ്ങളോട് കൃപയുണ്ടായി ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും അവനോട് ക്ഷമിക്കണമേ. നിന്നെയും നിന്റെ ഇഷ്ടത്തെക്കുറിച്ചുള്ള സത്യാഗ്രഹങ്ങളെയും നിന്റെ വചനത്തുള്ള ദൈവമായ അനുസരണത്തെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ഒടുവിൽ നിന്റെ കൃപയാൽ നിത്യവും പ്രായപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ സ്വർഗസ്ഥ പിതാവാകുന്ന സർവശക്തിയുള്ള ദൈവം നമ്മോട് കൃപയുണ്ടായി തൻ്റെ ഏകപുത്രനെ നമുക്ക് പകരം മരണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ നിമിത്തം നമ്മുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുന്നു. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുന്നു. തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകും എന്ന വാഗ്ദത്തം തന്നും ഇരിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. കർത്താവ് ഇത് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. വിശുദ്ധ ഹോസന്ന പെരുന്നാൾ ദിനത്തേക്കുള്ള ആരംഭവാക്യം നോമ്പിൻ്റെ 6ാം ഞായർ. നീയോഗോവേ അകന്നിരിക്കരുതേ, എന്റെ തുണയുള്ളോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. സിംഹത്തിൻ്റെ വായിൽ നിന്നു എന്നെ രക്ഷിക്കണമേ. ആട്ടുപോത്തുകളുടെ കൊമ്പുകളുടെ ഇടയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെ അകന്നു നിൽക്കുന്നതെന്ത്?
കരുണയുണ്ടാകേണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ യേശുസ്വാമിന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിലെ പാപത്തെ ചുമക്കുന്നവനായി ദൈവത്തിന്റെ കുഞ്ഞാടായുള്ളോവേ, ഞങ്ങളോട് കരുണയുണ്ടാകേണമേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളേണമേ. പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനേ, ഞങ്ങളോട് കരുണയുണ്ടാകേണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്. ക്രിസ്തുവേ, നീ മാത്രം പരിശുദ്ധാത്മാവിനോടുകൂടി പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആത്മാവിരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ താഴ്മയുള്ള ദൃഷ്ടാന്തത്തെ മുഴുവൻ മനുഷ്യവർഗം പിന്തുടരേണ്ടതിനു ഞങ്ങളുടെ ജഡം ധരിപ്പാനും ക്രൂശിൽ മരണം സഹിപ്പാനുമായി കർത്താവിനെ അയച്ച സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങൾ അവിടുത്തെ ദീർഘക്ഷമയുടെ ദൃഷ്ടാന്തത്തെ പിന്തുടരുവാനും അവിടുത്തെ പുനരുദ്ധാനത്തെ പങ്കാളികളാകുവാനും കൃപ ചെയ്യണമെന്നും അങ്ങയോടും പരിശുദ്ധാത്മാവിനോടുകൂടെ ഏകദൈവമായി എന്നേക്കും ജീവിച്ചു വാഴുന്ന കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭരിക്കും. ഈ സമയം പിടിപ്പണ നേർച്ച സമർപ്പിക്കാനുള്ള ഗാനം ആലപിക്കും. പിടിപ്പണ നേർച്ച സമർപ്പിക്കാവുന്നതാണ്.
ദൈവമേ നന്മകൾക്കായെന്നുമേ ഉള്ളതെല്ലാം നിന്ദാനം ജീവകാലം വാഴ്ത്തിടുമേ ഉള്ളതെല്ലാം നിന്ദാനം ജീവകാലം വാഴ്ത്തിടുമേ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചും ഞങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ക്രൂശിൽ അവിടുത്തെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സ്നേഹിക്കുന്ന നാഥ, അവിടുത്തെ രക്ഷാകരമായ പ്രവൃത്തികളെ ഒരിക്കൽ കൂടെ വർണ്ണിക്കുവാൻ തക്കവിധം അവിടുത്തെ വിശുദ്ധ ആലയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് ഞങ്ങളെ പേർ ചൊല്ലി വിളിച്ച് കൂട്ടിച്ചേർത്തതിനായി സ്തോത്രം കരയറ്റുന്നു. അവിടുത്തെ സന്നിധിയിൽ നിൽക്കുവാനും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് പ്രാർത്ഥനയോടുകൂടെ കടന്നു വരുവാനും ദൈവം അനുവാദം നൽകിയതിനായി സ്തുതി. ഈ ദിവസവും കർത്താവിൻ്റെ സന്നിധി നന്ദിയോടുകൂടെ നേർച്ച കാണിക്കയുമായി പിടിപ്പണ സ്തോത്ര കാഴ്ചയുമായി കടന്നു വരുവാൻ തക്കവിധം അവിടുത്തെ പ്രിയദാസനെ ബിബിൻലാലിൻ്റെ കർത്താവ് അനുഗ്രഹിച്ച കൃപകൾക്കായി സ്തുതി. പ്രിയപ്പെട്ടവൻ്റെ ബലഹീനമാവുന്ന അവസ്ഥകൾ അവിടെ നിന്ന് അറിയുന്നുവല്ലോ, ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം അവിടെ നിന്ന് കാണുന്നുവല്ലോ. അവിടുത്തെ രക്തത്താൽ ശരീരത്തെ ഈ നാളുകൾ കഴുകുന്നു. അധികമായ വിമോചനത്തിൻ്റെ അനുഭവത്തെ, സൗഖ്യത്തിൻ്റെ അനുഭവത്തെ സ്വർഗത്തിലെ തമ്പുരാൻ തന്നെ ലഭ്യമാക്കി കൊടുക്കണമേ. പരിചരണത്തിനായി ആശുപത്രിയിലൊക്കെ കടന്നു പോകുമ്പോൾ അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ പ്രിയമകൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ സഹായിക്കണമേ. അവിടുന്ന് കരം നീട്ടി തൊടുമാറാകണമേ. അങ്ങേ സ്പർശിച്ചവരും അങ്ങ് സ്പർശിച്ചവരും ജീവിതത്തെ സമൃദ്ധമായി അനുഭവിച്ചതുപോലെ പ്രിയമകനെ അവിടുത്തെ ആണിപ്പാള കരങ്ങൾ തൊട്ട് സൗഖ്യവും വിടുതൽ നൽകി ആരോഗ്യം നൽകി കാവൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഒഴുകപ്പെട്ട ആ വിശുദ്ധ രക്തത്താൽ ഈ ശരീരത്തെ അങ്ങ് കഴുകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും അവിടുന്ന് വിടുവിക്കുമാറാകണമേ. കർത്താവിന് വേണ്ടി ഇനിയുള്ള ജീവിതം സമർപ്പിക്കപ്പെടുവാനും കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാനും കർത്താവിന് വേണ്ടിയുള്ള ജീവിതത്തെ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ഒന്ന് ക്രമപ്പെടുത്തുവാൻ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ അവിടെ നിന്ന് കേൾക്കുമാറാകണമേ. സഭയുടെ പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കണമേ. വിശ്വാസമൂഹത്തിൻ്റെ യാചന അവിടെ നിന്ന് സ്വീകരിക്കുമാറാകണമേ. കുടുംബത്തിൻ്റെ കണ്ണുനീര് അവിടെ നിന്ന് തുടയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടുകൂടി അവർ നയിക്കണമേ. ഇനിയുള്ള നാളുകളിൽ കർത്താവിൻ്റെ ആലയമുള്ള നല്ല ബന്ധം പ്രാർത്ഥനയോടുകൂടെ സ്ഥാപിപ്പാൻ കുടുംബത്തെ അവിടെ നിന്ന് ഒരുക്കണമെന്ന് യാചിക്കുന്നു. ആലയത്തിൽ കൂടെ ലഭിക്കുന്ന വചനവും ആശ്വാസവും എപ്പോഴും പ്രാർത്ഥനയിൽ സ്വന്തമാക്കുവാൻ കൃപയേകണമെന്ന് യാചിക്കുന്നു. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിദൈവത്തിൻ്റെ കൃപാനുഗ്രാശീർവാദം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയം നമ്മുടെ കീർത്തന പുസ്തകത്തിൽ 112 കീർത്തനം, പുതിയ കീർത്തന പുസ്തകം 120 കീർത്തനം.
ഹോശാന ഓടിക്കൂടിൻ യേശുവോടു പാടി ചൊല്ലിടിൻ ഹോശാന ക്രൂശിങ്കലാമീരുന്നന്തം നാശദോഷമാകെ നീക്കാം ഓടിക്കൂടിൻ യേശുവോടു പാടി ചൊല്ലിടിൻ ഹോശാന ഓടിക്കൂടിൻ യേശുവോടു വീതി മൂടി പാത്രങ്ങളാ ശീലാനിളി വിരിച്ചിടിൻ കോലാഹലമായി ഘോഷിപ്പിൻ ഓടിക്കൂടിൻ യേശുവോടു പാടി ചൊല്ലിടിൻ ഹോശാന ഓടിക്കൂടിൻ യേശുവോടു ഓടിയോടുവാനോർ സൈന്യം ഖേദാമചര്യമാവർക്കു നാദനിങ്ങനെ പോകയിൽ ഓടിക്കൂടിൻ യേശുവോടു പാടി ചൊല്ലിടിൻ ഹോശാന ഓടിക്കൂടിൻ യേശുവോടു നാടും വീടും കൂടും എല്ലാം ചേരും വേഗം അന്ത്യയുദ്ധം തീരും എല്ലാം കുരിശിങ്കൽ ഓടിക്കൂടിൻ യേശുവോടു പാടി ചൊല്ലിടിൻ ഹോശാന. ഇന്ന ദിവസത്തെയുള്ള വിശുദ്ധ തിരുവചന വേദഭാഗം വായിച്ചു കേൾക്കാം. പഴയ നിയമവേദഭാഗം സഖറിയ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനും ആയി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. ഞാൻ എഫ്രൈമിൽ നിന്ന് രഥത്തെയും യെരൂശലേമിൽ നിന്ന് കുതിരയും ഛേദിച്ചു കളയും. പടവില്ലും ഒടിഞ്ഞു പോകും. അവൻ ജാതികളോട് സമാധാനം കൽപ്പിക്കും. അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങളോളവും ആയിരിക്കും. നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്നും വിടുവിക്കും. പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ. ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. ഇവിടെ പഴയ നിയമവേദഭാഗം വായിച്ചു. ലേഖന വേദഭാഗം ഫിലിപ്പിക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയർ 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ.
ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇവിടെ ലേഖന വേദഭാവം വായിച്ചു നമുക്ക് എഴുന്നേറ്റുന്നതിലുള്ള സുവിശേഷ വേദഭാവം വായിച്ചു കേൾക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസ് 11-ാമത്തെ അധ്യായം 1 മുതൽ. അവർ യെരൂശലേമിനോട് സമീപിച്ച് ഒലിവ് മലയരികെ ബെത്ഭാഗയിലും ബഥാനിയയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ച് അവരോട്, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവൻ. അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവൻ. ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ടയക്കും എന്ന് പറഞ്ഞു. അവർ പോയി തെരുവിൽ പുറത്ത് വാതിൽക്കൽ കഴുതക്കെട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടും അതിനെ അഴിച്ചു. അവിടെ നിന്നവരിൽ ചിലർ അവരോട്, നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു കൽപ്പിച്ചതുപോലെ അവർ അവരോട് പറഞ്ഞു. അവർ അവരെ വിട്ടയച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ടും അവൻ അതിന്മേൽ കയറി ഇരുന്നു. അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ പറമ്പുകളിൽ നിന്നും ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുൻപും പിൻപും നടന്നവർ, ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിൻ്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. ഇവിടെ സുവിശേഷ വേദഭാവം വായിച്ചു കഴിഞ്ഞു. വിശുദ്ധ വേദഭാവം വായിച്ചു കിടന്ന നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണമനുസരിച്ച് ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവനെ പുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആയവൻ പരിശുദ്ധാത്മാവിനാൽ ഉത്പാദിക്കപ്പെട്ട് കന്യാമറിയിൽ ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടം അനുഭവിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധന്മാരുടെ കൂട്ടമാവുന്ന വിശുദ്ധ ക്രിസ്തീയ സഭയും പാപമോചനവും ശരീരത്തിന്റെ പുനരുത്ഥാനവും നിത്യജീവനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്കിരിക്കാം. 113-ാമത്തെ കീർത്തനം, പുതിയ കീർത്തന പുസ്തകം 121. Shukam
വന്നു. ഉപദിഷ്ടരം ശിഷ്യരോടെഴുന്നരുളി വന്നു. വെട്ടിയങ്ങു പച്ചിലകൾ യുഗഗണങ്ങൾ പലറോടുകൾ നെടുകെ വാരി വിതറി നിന്നു. പലറോടുകൾ നെടുകെ വാരി വിതറി നിന്നു. കോലാഹലമായേശുമധിപതിനാൻ ബഹുമാലോകരോടു ദേവാലയത്തിൽ ചെന്നു. ബഹുമാലോകരോടു ദേവാലയത്തിൽ ചെന്നു. ചേരോടെഴുന്നരുളി അവർ വരവേ പലർ മേലങ്കികളെ വഴി അതിൽ വിരിച്ചു. പലർ മേലങ്കികളെ വഴി അതിൽ വിരിച്ചു. കൂട്ടമായി തിരുസുതനു നാമവരം എന്നു പാട്ടുകൾ പാടണം തന്റെ കരുണ കൊണ്ട്. ഇന്നു പാട്ടുകൾ പാടണം തന്റെ കരുണ കൊണ്ട്. കൊട്ടണം തമ്പുരുവോടു താളങ്ങളും വഴി കാട്ടണം പലരും തന്നെ സ്തുതിച്ചിടുവാൻ. വഴി കാട്ടണം പലരും തന്നെ സ്തുതിച്ചിടുവാൻ. ശാലേമിന്നധിപതി വരുന്നതിനെ കണ്ടു സിയോൻ മലയിൽ പലർ സ്തുതിച്ചിടുന്നു. കണ്ടു സിയോൻ മലയിൽ പലർ സ്തുതിച്ചിടുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ പുത്രനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന കർത്താവായ ക്രിസ്തു യേശുവിൽ നിന്നും നമുക്കേവർക്കും കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ ഹോസന്ന പെരുന്നാളിൻ്റെ ഓർമ്മ പുതുക്കലിൻ്റെ നാള്. രാജാവായി ബഥാനിയിൽ നിന്നും യെരുശലേമിലേക്ക് യാത്ര ചെയ്ത ക്രിസ്തുവിനെ ഒരിക്കൽ കൂടെ രാജാവായി സ്വീകരിക്കുവാൻ നിയോഗിക്കപ്പെട്ട ദിവസം. കർത്താവിനെ രാജാവായി സ്വീകരിക്കുമ്പോഴും ഹോസന്നയുടെ അർത്ഥം നമ്മോട് എന്താണ് പഠിക്കുന്നത് എന്ന ചിന്തയോടുകൂടി അല്പസമയ ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം 2-3 വാക്യം. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടി കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവൻ. ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യം ഉണ്ട് എന്ന് പറവിൻ. അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കും എന്ന് പറയും. ഹോസന്ന എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരു ഹോസന്ന ഞായറാഴ്ചകളിൽ നാം കേട്ടിട്ടുണ്ട്. സേവ് അസ് നൗ, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കാം എന്ന് തന്നെയാണ്. ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കാം എന്ന് പറയുമ്പോൾ ജനം ഒരു രക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്നു. ആ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു നിലവിളി ആണ് എന്ന് വളരെ ലളിതമായി നമുക്ക് തിരിച്ചറിയുവാൻ സാധ്യമാകും. യേശുക്രിസ്തു ബഥാന്യയിൽ നിന്നും യെരുശലേമിലേക്കാണ് യാത്ര തിരിക്കുന്നത്. ഈ യാത്ര ബഥാന്യയിൽ നിന്നും യേശു യാത്ര തിരിക്കുമ്പോൾ ആ യാത്രയുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് മശിഹ എന്ന രാജാവായുള്ള അഭിഷിക്തനായുള്ള ഒരു മനോഭാവത്തോടുകൂടെ ഒരു രാജാവായുള്ള ഒരു യാത്രയാണ് ക്രിസ്തു ഇവിടെ നയിക്കുന്നത്. ഈ യാത്ര നാം പഠിക്കുമ്പോൾ ഒത്തിരി പ്രത്യേകതകൾ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകും. പ്രധാനമായി ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവൻ രാജാവ് ആണ്, അവൻ മശിഹയാണ് എന്ന് ലോകത്തോടുകൂടെ വെളിപ്പെടുത്തുന്ന ഒരു യാത്രയായി ഈ ഹോസന്ന യെരുശലേമിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ജനതയോടുകൂടെ തൻ്റെ പ്രവൃത്തി കൊണ്ട്, തൻ്റെ ജീവിതം കൊണ്ട് താനാണ് യഥാർത്ഥത്തിൽ രാജാവ്, താനാണ് യഥാർത്ഥത്തിൽ രക്ഷിതാവ്, താനാണ് യഥാർത്ഥത്തിൽ മശിഹ എന്ന് വിളിച്ചു പറയുന്നതാണ് കർത്താവിൻ്റെ ഈ യാത്രയിൽ കാണുവാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു ബഥാനിയിൽ നിന്ന് യാത്ര തുടരുമ്പോൾ ശിഷ്യന്മാരെ അയക്കുകയാണ്. ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരാൻ പറയുന്നുണ്ട്.
ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ പറയണം, ഇതിനെ കർത്താവിനെ കൊണ്ട് ആവശ്യമുണ്ട്, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ കർത്താവ് പറഞ്ഞ പ്രകാരം പോകുന്നുണ്ട്, കഴുതക്കുട്ടി അഴിക്കുന്നുണ്ട്. ചോദിക്കുന്നവരോടൊക്കെ പറയുകയാണ്, ഇതിനെ കൊണ്ട് കർത്താവിന് ആവശ്യമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അടുക്കലേക്ക് കഴുതക്കുട്ടി കൊണ്ടുവരുന്നുണ്ട്. വസ്ത്രം അതിൽമേൽ വിരിക്കുന്നുണ്ട്, വഴിയരികൾ വസ്ത്രം വിരിക്കുന്നുണ്ട്, കൊമ്പുകൾ വിതറുന്നുണ്ട്, ഓലകൾ വിതറുന്നുണ്ട്. യേശുവൻ അതിൽ കയറിയിരുന്ന് രാജാവായുള്ള ഒരു യാത്ര തുടരുമ്പോൾ ജനം ആർത്തു വിളിക്കുകയാണ്, ഹോസന്ന, അത്യുന്നതങ്ങളിൽ ഹോസന്ന, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ. ഹോസന്ന എന്ന് ജനം ആർത്തു വിളിക്കുന്നതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ജനം റോമ സാമ്രാജ്യത്തിൻ്റെ അടിമത്വത്തിലാണ്, റോമ സാമ്രാജ്യത്തിന് കീഴിലാണ്. അപ്പോൾ ഈ റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരിക്കുമ്പോൾ ജനത ഒത്തിരി സന്തോഷിക്കുന്നില്ല. അവർ അടിമത്വത്തിലായിരിക്കുമ്പോൾ അറിയാം, പീഡനത്തിൻ്റെ ഒരു കാലഘട്ടമാണ്, വേദനയുടെയും വേദനിപ്പിക്കപ്പെടുന്നതിൻ്റെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ജനമായിരിക്കുമ്പോൾ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മശിഹ വരുമ്പോൾ തങ്ങൾക്ക് കിട്ടുമെന്ന് പ്രവാചകന്മാർ പഠിപ്പിച്ച പ്രകാരമുള്ള ഒരു വിടുതൽ അവർ ആഗ്രഹിച്ചിരുന്നു. ആ വിടുതലിന് വേണ്ടി അവർ കാക്ഷിച്ചിരുന്നു. എന്നാൽ യേശു വരുമ്പോൾ ആ മശിഹയാണ് തങ്ങൾ ആഗ്രഹിച്ചിരുന്നതായ ആ രക്ഷകൻ, വിടുതൽ നായകൻ ഇവൻ ആണ് എന്ന് മനസ്സിലാക്കപ്പെടുകയും ആ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനുള്ള വെമ്പലാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ യേശുവിനെ മശിഹായി അംഗീകരിക്കുവാനായിട്ട് ജനതയ്ക്ക് കഴിഞ്ഞില്ലായിരുന്നു. പിന്നത്തേതിൽ യേശുവിനെ മശിഹായി അംഗീകരിക്കുന്നത്, യേശുവിൻ്റെ അവസാനത്തെ അത്ഭുത പ്രവൃത്തി എന്ന് പറയുന്നത് മരണത്തിൽ നിന്നും കല്ലറയ്ക്കകത്ത് വെച്ചിരുന്ന ലാസറെ ജീവനോടുകൂടെ കൊണ്ടുവരുന്നത് കണ്ട് ജനത യേശുവിൽ പ്രത്യാശയോടുകൂടെ വിശ്വസിക്കുകയാണ്. ഇവനാണ് യഥാർത്ഥത്തിൽ മശിഹ, ഇവനാണ് യഥാർത്ഥത്തിൽ വിടുതൽ നൽകുന്നവൻ എന്ന് പ്രത്യാശിക്കുകയാണ്. മത്തായി സുവിശേഷം അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നു വരുമ്പോൾ അവിടെ യോഹന്നാൻ സ്നാപകൻ ശിഷ്യന്മാരോടുകൂടെ, യേശുവിൻ്റെ ശിഷ്യന്മാരെ ഒന്ന് പറഞ്ഞയച്ചിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, വരുവാനുള്ളവൻ നീ ആണോ? ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് യോഹന്നാൻ സ്നാപകൻ ശിഷ്യന്മാരെ അയച്ച് ചോദിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് കൂടെ വന്ന് ചോദിക്കുകയാണ്, കർത്താവ് നീയാണ് ഗുരു, നീയാണോ ഞങ്ങൾ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നത്, നീയാണോ മശിഹ? അപ്പോൾ കർത്താവ് ഒരു മറുപടി ഇങ്ങനെ നൽകുകയാണ്. 11-ാമത്തെ അധ്യായം അതിൻ്റെ 4 വാക്യങ്ങൾ പറഞ്ഞു, യേശു അവരോട്, കുരുടർ കാണുന്നു, മുടർന്ന് നടക്കുന്നു, കുഷ്ഠരോഗ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രന്മാരുടെ കൂടെ സുവിശേഷം അറിയിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. അപ്പോൾ ജനത ആഗ്രഹിച്ചിരുന്നൊരു വിടുതൽ നായകനാണ്, രക്ഷകനെയാണ്. യേശു പറയുന്നത്, ഞാൻ ആണ് യഥാർത്ഥത്തിൽ രക്ഷകൻ. തൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തുന്നതിൽ കൂടെ, തൻ്റെ ശുശ്രൂഷ അവിടെ മഹത്വീകരിക്കുന്നതിൽ കൂടെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന യോഹന്നാനോടുകൂടെ അറിയിപ്പൻ എന്ന് പറയുന്ന മുഖാന്തരം ഇവനാണ് യഥാർത്ഥത്തിൽ മശിഹ എന്ന് തിരിച്ചറിയുന്ന വിധത്തിൽ ജനതയെ തൻ്റെ പ്രവൃത്തി കൊണ്ട് ക്രിസ്തു ഒന്ന് ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ക്രിസ്തുവാണ് ബഥാനിൽ നിന്നും യെരുശലേമിലേക്ക് കഴുതപ്പുറത്ത് രാജാവായി വരുന്നത്. ആ ക്രിസ്തുവിനെ കണ്ടിട്ടാണ് ജനം ആർത്തു വിളിക്കുന്നത്, അത്യുന്നതങ്ങളിൽ ഹോശന്ന, ദാവീദ് പുത്ര അങ്ങേക്ക് ഹോശന്ന, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന നിലവിളിയോടുകൂടെ കർത്താവിൻ്റെ അടുക്കൽ അവർ ആയിരിക്കുന്നത്. ഇതാണ് ചരിത്ര സംഭവം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഹോശന്ന നമുക്ക് നൽകുന്ന സന്ദേശം എന്തൊക്കെയാണ്? ഈ വേദഭാവം വായിക്കുമ്പോൾ ഒത്തിരി ധ്യാന ചിന്തകൾ നമുക്കിവിടെ നിന്ന് കോർത്തെടുക്കുവാനായിട്ട് കഴിയും. സമയപരിധി കൊണ്ട് പെട്ടെന്ന് ഓടിച്ചു പോകാം. ഇന്ന് ഹോശന്ന നമുക്ക് നൽകുന്ന സന്ദേശം എന്ത് ആണ്? ഒന്നാമത് ഹോശന്ന നമുക്ക് നൽകുന്ന സന്ദേശം 11-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം അതിൻ്റെ 2-ാമത്തെ ഭാഗത്തിൽ ഇങ്ങനെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ, അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞു. ഹോശന്ന ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം നമ്മെ പൂർണ്ണ മനസ്സോടുകൂടെ കർത്താവിന് വിട്ടുകൊടുക്കുവാനായിട്ട് കഴിയുന്നതാണ് ഹോശന്ന. എന്നെ പൂർണ്ണ മനസ്സോടുകൂടെ കർത്താവിന് വിട്ടുകൊടുക്കുക എന്ന് തന്നെയാണ്. കർത്താവായ ക്രിസ്തു ശിഷ്യന്മാരെ അയക്കുമ്പോൾ ചോദിക്കുന്നവരോടുകൂടെ ഇങ്ങനെ പറയുവൻ, ഇതിനെ കർത്താവിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവൻ, അപ്പോൾ അവർ അതിനെ വിട്ട് അയക്കും. കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്.
അതാണ് ഒന്നാമത് നമുക്ക് നൽകുന്ന ചിന്ത. കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യം. എന്തിനാണ് കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യം? അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യം കർത്താവിനെ ചുമക്കുവാനായിട്ടാണ്, കർത്താവിനെ വഹിക്കുവാൻ. കഴുതക്കുട്ടി അഴിച്ചുകൊണ്ട് വരുവാൻ പറഞ്ഞത് കർത്താവിന് അതിൽ കയറിയിരുന്ന് ഒരു രാജാവായി യാത്ര ചെയ്യുവാനായിട്ടാണ്, രാജകീയമായ പ്രൗഢിയോടുകൂടെ രാജാവായി യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട്. അപ്പോൾ കർത്താവിന് എന്നെ ആവശ്യം എന്ന് പറയുന്നത് അവനെ ചുമക്കുവാനായിട്ടാ, അവനെ സ്വീകരിക്കുവാനായിട്ടാ, അവനെ ഉൾക്കൊള്ളുവാനായിട്ടാ. കർത്താവിൻ്റെ ശുശ്രൂഷ പൂർത്തീകരിക്കുവാനായി എന്നെ തന്നെ ഈ ഹോശന്നയിൽ കർത്താവിൽ വെട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഞാൻ നിങ്ങളെ ഹോശന്ന പാടുമ്പോഴും ഹോശന്ന എന്ന് ആർത്ത് വിളിക്കുമ്പോഴും തിരിച്ചറിയണം, ഒന്നാമത് ഇന്നത്തെ ഹോശന്ന പഠിപ്പിക്കുന്നത് ഇതിനെ കൊണ്ട്, നിന്നെ കൊണ്ട് കർത്താവിന് ആവശ്യമായതുകൊണ്ട് വിട്ടുകൊടുക്കുവാൻ, പൂർണ്ണ മനസ്സോടുകൂടെ ഒന്ന് വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. മാറ്റിവെക്കുവാനായിട്ടല്ല, അടച്ചു വെക്കുവാനായിട്ടല്ല. കാനായിലെ കല്യാണം വിട്ടു നോക്കുക, 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. ഈ 6 കൽപ്പാത്രത്തിൽ കർത്താവ് ചോദിച്ചപ്പോൾ വിട്ടുകൊടുക്കുവാൻ അവന് കഴിഞ്ഞു എന്നാണ്. ആ ഭവനത്തിലെ ഉടമസ്ഥന്, ആ ഭവനത്തിലെ ദാസിദാസന്മാർക്ക് ആ 6 കൽപ്പാത്രങ്ങൾ, ശൂന്യമായ 6 കൽപ്പാത്രങ്ങൾ വിട്ടുകൊടുത്തപ്പോൾ അതിലേക്ക് കർത്താവിൻ്റെ പ്രവൃത്തി നിറയുകയാണ്, അതിലേക്ക് കർത്താവിനെ ഉൾക്കൊള്ളുകയാണ്. അപ്പോൾ കർത്താവിന് വേണ്ടി എന്നെ നിങ്ങളെ വിട്ടുകൊടുക്കുവാൻ ഹോശന്ന പഠിപ്പിക്കുമ്പോൾ എന്തിനു വിട്ടുകൊടുക്കണം? കർത്താവിനെ ചുമക്കുവാൻ, കർത്താവിൻ്റെ പ്രവൃത്തി എന്നിൽ പൂർത്തീകരിക്കുവാനായിട്ട് ഞാൻ എന്നെ കർത്താവിന് വിട്ടുകൊടുക്കുവാൻ ഒന്നാമത് വേദപുസ്തകം ഈ ധ്യാനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമത് ഹോശന്ന നമുക്ക് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം 11-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അവിടെ ഇങ്ങനെ വായിക്കാം, അവർ കഴുതക്കുട്ടി യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു പറഞ്ഞ പ്രകാരം യേശുവിൻ്റെ മുൻപാകെ കഴുതക്കുട്ടിയെ കൊണ്ടുവന്നു, തങ്ങളുടെ വസ്ത്രം അതിന്മേൽ ഇട്ടും അവൻ അതിന്മേൽ കയറി ഇരുന്നു. രണ്ടാമത് ഹോശന്ന നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് കർത്താവിനെ ചുമക്കുന്ന കഴുതയായി നമുക്കൊന്ന് തീരാമെന്നാണ്. കഴുതയെക്കുറിച്ച് ഒത്തിരി ധ്യാനങ്ങളുണ്ട്. ഈ കഴുതയുടെ ഉടമസ്ഥൻ ആരാണെന്ന് ചിന്തിക്കുവാനായിട്ടുണ്ട്. എന്തിനാണ് കർത്താവ് ഈ കഴുതയെ തിരഞ്ഞെടുത്തു എന്ന് ചിന്തിക്കുവാനായിട്ടുണ്ട്. കഴുതയുടെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ പഴയ ഭാഗങ്ങളിൽ കൂടെ ചിന്തിക്കുവാനായിട്ട് സമയം ഒത്തിരി ദീർഘിച്ചു, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. മറ്റൊരു ധ്യാന ചിന്തയിലെന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിനെ ചുമക്കുന്ന കഴുതകളായി തീരുവാനായിട്ട് എനിക്ക് കഴിയും. കർത്താവിനെ ചുമക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് അതിന്മേൽ കയറി, ജനം വഴിയരികൾ ചില്ലകൾ വെട്ടിയിട്ടു, വസ്ത്രം വിരിച്ചു, കർത്താവ് കഴുതപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുക. ഇവിടെ നാം ഒന്ന് ശ്രദ്ധിക്കണം, ഇവിടെ കർത്താവിനെയാണ് ജനം സ്വീകരിക്കുന്നത്. പക്ഷേ കർത്താവിനെ ജനം സ്വീകരിക്കുമ്പോൾ ജനം മറ്റൊരു മൃഗത്തെ കൂടി സ്വീകരിക്കണം, കഴുത. എന്തുകൊണ്ടാണ് കർത്താവിനെ സ്വീകരിക്കുമ്പോൾ കഴുത കൂടെ സ്വീകരിക്കപ്പെടുന്നത്? ഈ കഴുതയുടെ പുറത്തിരിക്കുന്ന കർത്താവാണ്. കഴുത വെറുതെ അല്ല. ഒരു കഥ പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്. കഴുത, അവനൊരു അത്യാഗ്രഹം ഉണ്ടാകുകയാണ്. യേശുവിനെ ചുമന്നു പോകും. കഴുത ചിന്തിക്കുകയാണ്, എന്നെയാണ് സ്വീകരിക്കുന്നത് എന്ന്. എന്നാൽ കഴുത യേശുവിനെ വിട്ടേച്ച് താൻ പോയി അതേ വഴിയിൽ കൂടെ കടന്നു വരുമ്പോഴും ആരും അവനെ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കാതെ വരുമ്പോൾ അവൻ ഉച്ചത്ത് നിലവിളിക്കുകയാണ്, ഉച്ചത്ത് അലറുകയാണ്, ശബ്ദമുണ്ടാക്കുകയാണ്. അവൻ്റെ ആ അപശ്രുതി കേട്ട് ജനം സഹിക്കവയ്യാതെ ആ കഴുതയെ അവിടെ നിന്നും ആട്ടിപ്പായിച്ചു എന്നൊരു കഥ നാം കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ കഴുതയ്ക്ക് കൂടെ ഒരു സ്വീകരണം അവിടെ ലഭിക്കുകയാണ്. കാരണം കഴുതയ്ക്ക് സ്വീകരണം ലഭിക്കുന്ന കാരണം ഈ കഴുത പുറത്തിരിക്കുന്നത് കർത്താവാ. കഴുത അത് ശ്രദ്ധിക്കുന്നില്ല, കഴുത മനസ്സിലാക്കുന്നില്ല. പ്രിയമുള്ളവരെ, പലപ്പോഴും ഞാൻ നിങ്ങളൊക്കെ കഴുതയെ പോലെയാണ്, കർത്താവില്ലാതെ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. വചനം നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവിനെ ചുമക്കുന്ന കഴുതയായി തീരുക എന്നത് തന്നെയാണ്. കർത്താവിനെ ചുമക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ കർത്താവിന് കിട്ടുന്ന അതേ സ്വീകരണം കഴുതയായ എനിക്ക് കിട്ടത്തുള്ളൂ എന്ന് മനസ്സിലാക്കുകയാണ്. കാരണം ഞാൻ എന്നിൽ ചുമക്കേണ്ടത് കർത്താവിനെയാണ്. ഞാൻ സ്വയം താഴ്ത്തി ഒരു കഴുത എന്ന വണ്ണം ഒന്നുമില്ലാത്തവനായി കർത്താവിന് വേണ്ടി അർപ്പിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഈ ഹോശന്നയുടെ രണ്ടാമത്തെ സന്ദേശം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുള്ളൂ. കർത്താവിനെ ചുമക്കുന്ന കഴുതകളായി നമുക്കൊന്ന് തീരാം. മൂന്നാമത് ഹോശന്ന നമുക്ക് നൽകുന്ന മൂന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത്, ഇവിടെ ബഥാനിയിൽ നിന്നും യെരൂശലേമിലേക്ക് യേശു യാത്ര ചെയ്യുക. അപ്പോൾ യെരൂശലേം എന്ന പട്ടണത്തിലേക്കല്ല ജനം യേശുവിനെ സ്വീകരിക്കുന്നത്.
അല്ലെങ്കിൽ യെരൂശലേം എന്ന പട്ടണത്തിലല്ല യേശു പോകുന്നത്, മറിച്ച് യെരൂശലേം ദേവാലയത്തിലേക്കാണ്. മൂന്നാമത്തെ ചിന്ത ഇങ്ങനെയാണ്: നാം ആകുന്ന ദേവാലയത്തിലേക്ക് കർത്താവിനെ സ്വീകരിക്കുവാൻ എനിക്ക് കഴിയണം. ഈ നോമ്പ് ആരംഭിച്ച നാളുകൾ പലപ്പോഴും പല ധ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരീരമാകുന്ന ആലയത്തെ ഒന്ന് ശുദ്ധീകരിക്കണം, ശരീരമാകുന്ന ആലയത്തിലേക്ക് കർത്താവിനെ സ്വീകരിക്കണം എന്നൊക്കെ ഇവിടെ നമ്മെ ഹോശന്ന പഠിപ്പിക്കുന്നുണ്ട്. നാം ആകുന്ന ദേവാലയത്തിലേക്ക് കർത്താവിനെ ഒന്ന് സ്വീകരിക്കണം. കർത്താവിനെ സ്വീകരിക്കേണ്ടത് മാനുഷിക നിർമ്മിതമായ ദേവാലയത്തിലല്ല, മാനുഷികമായ കെട്ടുപണികൾ ഉൾപ്പെട്ട ദേവാലയത്തിലല്ല, മറിച്ച് ദൈവികമായ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു ദേവാലയമാണ് ഞാനും നിങ്ങളും. കാരണം ഈ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, ദൈവത്തിൻ്റെ വചനമുണ്ട്, ദൈവത്തോടുകൂടെയുള്ള ബന്ധമുണ്ട്, ദൈവത്തോടുകൂടെ പ്രാർത്ഥനയുണ്ട്. ആയതുകൊണ്ട് പറയുകയാണ്, കർത്താവിനെ സ്വീകരിക്കേണ്ടത് നാം ആകുന്ന ഒരു ദൈവാലയത്തിലേക്ക് കർത്താവിനെ നമുക്കൊന്ന് സ്വീകരിക്കുവാനായിട്ട് കഴിയണം. എങ്ങനെയാ സ്വീകരിക്കേണ്ടത്? ഹോശന്ന പാടി, അത്യുന്നതങ്ങൾ ഹോശന്ന പാടി, കർത്താവേ ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പാടി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനാകുന്ന ദേവാലയത്തെ സ്വീകരിക്കണം. ഞാൻ ഹോശന്ന പാടുമ്പോൾ ചിന്തിക്കണം, പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ, അകൃത്യത്തിൽ നിന്ന് രക്ഷിക്കണമേ, തിന്മയിൽ നിന്ന് വിടുവിക്കണമേ, പാപബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കണമേ, ദോഷങ്ങൾ നിന്ന് വിടുവിക്കണമേ, ഇടർച്ചകൾ നിന്ന് വിടുവിക്കണമേ, എന്നെ രക്ഷിക്കണമേ, ലോകപ്രകാരമായ ചിന്തയിൽ നിന്ന് ഇതൊക്കെയാണ് ഹോശന്നയെ ഞാനും നിങ്ങളും പാടേണ്ടത്. ഹോശന്ന പാടുമ്പോൾ ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്, ഇതെന്നൊക്കെ എന്നെ വിടുവിക്കണമേ എന്ന ഒരു ഗാന ആലാപനത്തോടുകൂടെ എന്ന് കർത്താവിനെ നമ്മിലേക്ക് സ്വീകരിക്കുവാനായിട്ട് കഴിയണം. കർത്താവിനെ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ദൈവാലയമാകുന്ന ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ ഹോശന്ന നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതൊരു വെറും വാക്കുകളാകുന്ന സ്വീകരണമാകരുതേ, അതും വെറും ചടങ്ങുകളാകുന്ന സ്വീകരണങ്ങൾ. മനസ്സോടുകൂടെ കർത്താവേ നീ എന്നിലേക്ക് വരയണമേ, കർത്താവെ ഞാൻ അകൃത്യം നിറയപ്പെട്ട മനുഷ്യനാണ്, ഞാൻ അശുദ്ധിയുടെ മനുഷ്യനാണ്, അടിമത്വത്തിൽ ജീവിക്കുന്നുണ്ട്, പാപത്തിൽ ജീവിക്കുന്നുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്ക് വിടുതൽ വേണം എന്ന ചിന്തയോടുകൂടെ കർത്താവിന് മഹത്വം കരയറ്റ് ഹോശന്ന പാടി ആലയമാവുന്ന എന്നിലേക്ക്, മാനുഷ്യ നിർമ്മിതമാവുന്ന ആലയത്തിലല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കർത്താവ് ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന കർത്താവിന് ഒരിടത്ത് അടക്ക് വെക്കുവാനായിട്ട് കഴിയത്തില്ല. ഈ ദേവാലയത്തിൽ കർത്താവ് ഉണ്ട് എന്ന് വിശ്വസിക്കും. പക്ഷേ ഈ ദേവാലയത്തിൽ മാത്രം കർത്താവിനെ പൂട്ടിയിടുവാൻ നമുക്ക് കഴിയത്തില്ല. പക്ഷേ കർത്താവിനെ പൂട്ടിയിടുവാനായിട്ടല്ല, കർത്താവിനെ കെട്ടിയിടുവാൻ, കർത്താവിനെ ചേർത്ത് പിടിക്കുവാൻ പറ്റുന്നത് എൻ്റെ ശരീരമാകുന്ന ആലയത്തിലാണ്. അത് പ്രാർത്ഥനയോടും ആരാധനയോടും ഹോശന്ന പാടുന്ന അനുഭവത്തോടു കൂടെ ആവട്ടെ എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തെ ജീവിതത്തിൽ ഹോശന്ന പാടി കർത്താവിനെ സ്വീകരിപ്പാനായിട്ട് ഈ ഹോശന്ന നമ്മെ ഓർമ്മപ്പെടുത്തും. നാലാമതും അവസാനമായി നൽകുന്ന സന്ദേശം എന്നത് 11-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണാം: മുൻപും പിൻപും നടന്നവർ ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പാടി. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുൻപും പിൻപും നടന്നവൻ യേശുവിനെ ഹോശന്ന പാടി എന്നതാണ്. നാലാമത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നടക്കുവാൻ ഈ ഹോശന്ന നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിനോട് കൂടെ ചേർന്ന്, അവൻ്റെ മുൻപിലും പിൻപിലും അവൻ്റെ സമീപത്തും അവനോടൊപ്പം ചേർന്ന് നടക്കുവാനായിട്ട് ഹോശന്ന നമുക്ക് സന്ദേശം നൽകുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ തൊട്ടുമുമ്പിൽ ഒരു പാട്ട് ഇങ്ങനെ പാടി: ഓടി കൂടിൻ കർത്താവിൻ്റെ അടുക്കലേക്ക്. നാം ഓടിക്കൂടിനെന്നാണ് പറയുന്നത്. എവിടേക്കാ? ആലയത്തിലല്ല, കർത്താവിൻ്റെ സമീപത്ത്, കർത്താവ് ഇരിക്കുന്നിടത്ത്. കർത്താവ് എവിടെയാണോ യാത്ര ആരംഭിക്കുന്നത് ആ ഇടത്തേക്ക് പോയി കർത്താവിനെ ഒന്ന് ആനയിക്കുവാനായിട്ട്. ലാസറിൻ്റെ ഭവനത്തിൽ യേശു എത്തുകയാണ്. ലാസറിൻ്റെ ഭവനത്തിലെത്തിയപ്പോൾ യേശു വന്നു എന്ന കേട്ട മാത്രയിൽ ലാസറിൻ്റെ സഹോദരിമാർ ഓടുകയാണ് കർത്താവിൻ്റെ അടുക്കലേക്ക്. തൻ്റെ വിഷമം പറയുവാൻ, തങ്ങളുടെ വേദന പറയുവാൻ, തങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കുവാൻ, തങ്ങളുടെ നിരാശ പങ്കുവെക്കുവാൻ, തങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു വെമ്പൽ, ആ മനസ്സിൻ്റെ ഒരു ദുഃഖം പങ്കുവെക്കുവാനായിട്ട് അവർ ഓടി കർത്താവിൻ്റെ അടുക്കലേക്കാണ് വരുന്നത്. കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് കർത്താവിനോട് കൂടെ പറഞ്ഞ: കർത്താവേ, നീ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു മരണം എൻ്റെ ഭവനത്തിൽ ഉണ്ടാകത്തില്ലായിരുന്നു, ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു.
അപ്പോൾ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളൊക്കെ ചെയ്യേണ്ടത്, ഹോശന്ന നമുക്ക് നൽകുന്ന ഒരു അവസാനത്തെ സന്ദേശം അതാണ്. കർത്താവിനോടൊപ്പം ചേർന്ന് ഈ ഹോശന നടക്കുവാൻ നമുക്ക് കഴിയണം. കുരുത്തോല ദേവാലയത്തു നിന്നും പ്രാർത്ഥനയോടുകൂടി സ്വീകരിക്കാറുണ്ട്. ആ സ്വീകരിക്കുന്ന കുരുത്തോല എൻ്റെ ശരീരത്തോടുകൂടി ഞാനൊന്ന് ചേർത്ത് വെക്കുമ്പോൾ ഇതൊരു പ്രതീകമാണ്. ഈ കുരുത്തോല എന്ന് പറഞ്ഞ ഒരു പ്രതീകമാണ്. ഈ കുരുത്തോല നമുക്ക് രക്ഷ നൽകുന്നില്ല, ഈ കുരുത്തോല നമുക്കൊന്നും ഒരു വിടുതൽ നൽകുന്നില്ല, പക്ഷെ ഇതൊരു പ്രതീകമാണ്. കർത്താവ് രാജാവ് എഴുന്നള്ളി എന്നിലേക്ക് വരുമ്പോൾ ഈ കർത്താവിനെ സ്വീകരിക്കുവാൻ എൻ്റെ ശരീരമാകുന്ന കുരുത്തോലകളെ വിട്ടുകൊടുത്ത് കർത്താവിനോടുകൂടെ ചേർന്ന് നടന്ന് ഹോശന്ന പാടി അവനെ എന്നിലേക്ക് ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഒരു മനസ്സ് ഈ ഹോശന്നയിലേക്ക് നാം ഒന്ന് ആനയിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. പ്രിയമുള്ളവരെ, ഹോശന്ന നമുക്ക് 4 സന്ദേശം നൽകേണ്ടായി. 1, നമ്മെ കർത്താവിന് നൽകുവാനായിട്ട് കഴിയണം. 2, കർത്താവിനെ ചുമക്കുന്ന കഴുതകളായിട്ട് നമുക്കൊന്ന് തീരാം. 3, നാം ആവുന്ന ദേവാലയത്തിലേക്ക് നമുക്കൊന്ന് കർത്താവിനെ സ്വീകരിക്കാം. 4, ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് നമുക്കൊന്ന് നടക്കും. ക്രിസ്തുവിന് വിട്ടുപോകുന്നവരല്ല. യേശുവിനെ പിടിച്ചപ്പോൾ ഗത്സമനത്തോട്ടത്തിലാണ് പിടിക്കുന്നത്. ഈ ഗത്സമനത്തോട്ടത്തിൽ യേശുവിനെ പിടിക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. 11 പേരുണ്ടായിരുന്നു. യൂദ നേരത്തെ പോയി കഴിഞ്ഞു. 11 പേരും ഓടി ഒളിക്കുക. എല്ലാവരും പറഞ്ഞു, ഞാൻ കൂടെ ഉണ്ടാകും, നീ മരിക്കണ്ട, നീ മരിച്ചാൽ ഞങ്ങൾ മരിക്കും എന്നൊക്കെ പറഞ്ഞവർ ഇവിടെ യേശുവിനെ പിടിച്ചപ്പോൾ ഓടിപ്പോവുക, ഓടി ഒളിക്കുക. പലപ്പോഴും ഞാനും നിങ്ങളൊക്കെ ചില പീഡനങ്ങൾ വരുമ്പോൾ, വേദന വരുമ്പോൾ ഇങ്ങനെ ഓടിപ്പോവുക, ഓടി ഒളിക്കുക, എന്നിലേക്ക് ഓടി ഒളിക്കുക, മരണത്തിലേക്ക് ഓടി ഒളിക്കുക, എൻ്റെ ഭവനത്തിലേക്ക് ഓടി ഒളിക്കുക. ഈ ഹോശന്ന പാടുമ്പോൾ ഓടി ഒളിക്കുകയല്ല, ഏതവസ്ഥയിലും ഹോശന്ന പാടി അവനോട് ചേർന്ന്, അവനോട് പറ്റിച്ചേർന്ന്, അവൻ്റെ ശരീരത്തോട് പറ്റിച്ചേർന്ന് ഒന്ന് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയണം. ഈ ആഴ്ച വിശുദ്ധ ആഴ്ചകളാണ്. കുറച്ചു കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ആഴ്ചകളാണ്. കുറച്ചു കൂടുതൽ കഴിഞ്ഞുപോയ നാളുകളേക്കാൾ അധികമായി പിശാചിൻ്റെ പരീക്ഷണങ്ങൾ കടന്നു വരുന്ന നാളുകളാണ്. ബന്ധനങ്ങൾ ഉണ്ടാകേണ്ട നാളുകളാണ്. ഈ നാളുകളിൽ ചിലപ്പോഴൊക്കെ ഞാൻ നിങ്ങളൊക്കെ തളർന്നു പോകുന്ന ആളുകളാകാം. എങ്കിലും ഈ നാളുകൾ നമ്മെ പഠിപ്പിക്കുന്ന അതിദുഃഖത്തോടുകൂടെ, കർത്താവിൻ്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? അതിദുഃഖത്തോടുകൂടെ വ്യസനപ്പെട്ട് യേശു തൻ്റെ പിതാവിനോട് കൂടെ പ്രാർത്ഥിച്ചു. അപ്പം ഈ നാളുകൾ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അതിദുഃഖത്തോടുകൂടെയുള്ളൊരു പ്രാർത്ഥന ആകട്ടെ, വിശുദ്ധിയോടുകൂടെയൊരു പ്രാർത്ഥന. കർത്താവിനോടുകൂടി നാൾ നമുക്ക് അധികമൊന്ന് ചേരാം. വചനത്തിലും പ്രാർത്ഥനയിലും ആരാധനയിലും മുറുകെ പിടിച്ച് കർത്താവിനോടുകൂടി നാൾ നമുക്കൊന്ന് ചേർന്ന് നടക്കാം. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. ഈ ഹോശന്ന നമ്മെ പഠിപ്പിക്കുന്നത് തന്നെയാണ്, നീ കർത്താവിനോടുകൂടെ ചേർന്ന് നടക്കേണ്ടത്, ഞാൻ കർത്താവിനോടുകൂടെ ചേർന്ന് നടക്കേണ്ടത്. യേശുവിൻ്റെ യാത്ര യെരുശലേമിലേക്ക് ആണ് എങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച ഓർമ്മപ്പെടുത്തി നമ്മുടെ യാത്ര എവിടേക്കാണ്? നമ്മുടെ യാത്ര സ്വർഗീയ യെരുശലേമിലേക്കാണ്. ഈ സ്വർഗീയമാവുന്ന യെരുശലേമിലേക്ക് ഞാൻ നിങ്ങൾ യാത്ര ആഗ്രഹിക്കുമ്പോൾ, യാത്ര തുടങ്ങുമ്പോൾ നമുക്ക് കർത്താവിനെ ചേർത്ത് പിടിക്കാം, കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യാം. ഈ യാത്രയിൽ നമുക്ക് നിലവിളിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ഹോശന്ന ഞങ്ങളെ രക്ഷിക്കണമേ, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യാത്ര തുടരാം. സ്വർഗീയ യെരുശലേമിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു അനുഭവം ചേർത്ത് പിടിക്കുന്നതുവരെയും കർത്താവിനോട് ചേർന്ന് പോകുവാനായിട്ട് പരിശുദ്ധ കൃപയാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. സകല ബുദ്ധിയും ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിലവിളെ ക്രിസ്തേശങ്ങൾ കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം, ധർമ്മശേരം വാക്യം പാടി പ്രാർത്ഥിക്കാം. സന്തോഷം എനിക്കു തിരികെ താരേണമേ.
ചുരുക്കമുള്ള നമുക്കൊരു നിമിഷം മൗനമായി ദൈവസന്നിധി പ്രാർത്ഥനയ്ക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താം. കഴിഞ്ഞ ദിവസം കർത്താവിൽ നിദ്ര പ്രാപിച്ച നമ്മുടെ പ്രിയ വൈദികൻ റവറൻഡ് ജിനു അച്ഛൻ്റെയും ആ വിയോഗത്തിൽ മൗനമായി നമുക്കൊന്ന് പങ്കുചേരാം. പ്രിയപ്പെട്ട അച്ഛൻ്റെ കുടുംബത്തെ, ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. മഹത്വത്തിൻ്റെ രാജാവേ, ഹൃദയമാവുന്ന കവാടങ്ങൾ തുറന്ന് രാജാവായ ക്രിസ്തുവിനെ ഹോസന്ന പാടി സ്വീകരിക്കുവാൻ ഹോസന്നയുടെ ദിനം ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് നൽകിയതിനായ സ്തോത്രം. ദൈവപിതാവേ, നോമ്പ് ആരംഭിച്ച് 40-ാമത്തെ ദിവസത്തിങ്കൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ഈ ദിനത്തിൽ ഹോസന്നയുടെ സന്ദേശം ഉൾക്കൊള്ളുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചു. കർത്താവിൻ്റെ ശുശ്രൂഷ നിറവേറുവാനായി ജീവിതത്തെ വിട്ടുകൊടുക്കണം എന്ന് കർത്താവിനെ ചുമക്കുന്ന, കർത്താവിനെ വഹിക്കുന്ന, കർത്താവിനെ ഉൾക്കൊള്ളുന്ന, കർത്താവിൻ്റെ ശുശ്രൂഷയെ തിരിച്ചറിയുന്ന കഴുതകളായി ജീവിക്കണം എന്നും ഉള്ള ഓർമ്മപ്പെടുത്തൽ ദൈവാലയമാകുന്ന ആലയത്തിലേക്ക്, ശരീരമാകുന്ന ദൈവാലയത്തിലേക്ക് ക്രിസ്തുവിനെ ഹോസന്ന പാടി സ്വീകരിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ, കർത്താവിനോട് ചേർന്ന് ഹോസന്ന പാടണമെന്ന ഓർമ്മപ്പെടുത്തൽ ഈ ഹോസന്ന ദിനം ഞങ്ങൾക്ക് നൽകിയതിനായ സ്തുതി. കർത്താവെ, പലപ്പോഴും ക്രിസ്തു ഇല്ലാതെ യാത്ര ചെയ്തിട്ടുണ്ട്. ക്രിസ്തു ഇല്ലാത്ത ജീവിതം പീഡനത്തിൻ്റെ ജീവിതം എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ക്രിസ്തു ഇല്ലാത്ത ജീവിതം നഷ്ടങ്ങളുടെയും വേദനകളുടെയും കണ്ണുനീരിൻ്റെയും പിശാച ബന്ധനങ്ങൾ നിറയ്ക്കപ്പെടുന്ന ജീവിതമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന, ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്ന, ക്രിസ്തുവിനോടുകൂടെ ചേർന്നിരിക്കുന്ന ഒരു ഹോസന്ന യാഥാർത്ഥ്യമാക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഈ ആഴ്ച അതിവിശുദ്ധ ആഴ്ച, പ്രാർത്ഥന, ആരാധന മുറുകെ പിടിക്കേണ്ട ദിനങ്ങൾ, ഭവസിക്കേണ്ടത്, ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടത്, കാര്യാദികൾ ഉപേക്ഷിക്കേണ്ടതായ നാളുകൾ, അതിവ്യസനത്തോടുകൂടെ, വേദനയോടുകൂടെ, ദുഃഖത്തോടുകൂടെ ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഈ നാൾ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം കൂടെ ഉണ്ട് എന്ന വിശ്വാസത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തട്ടെ. അനുഗ്രഹിക്കണമെന്ന് യാചിക്കുന്നു. സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക്, സ്വർഗീയ യെരൂശലേമിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് യാത്ര ക്രമപ്പെടുത്തുവാൻ ഇടവരുത്തണം. അതിനെ സഭയെ ഒരുക്കണമേ, ഓരോ വ്യക്തികളെ ഒരുക്കണമേ, ഒരു കുടുംബത്തെ അങ്ങ് സഹായിക്കണം. കർത്താവേ, ഈ സമയം ഞങ്ങളുടെ ഇടയിൽ നിന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുക്കപ്പെട്ട ഞങ്ങളുടെ പ്രിയ വൈദികൻ്റെ കുടുംബത്തെ ഞങ്ങൾ ഓർക്കുന്നു. ആശ്വാസത്തിൻ്റെ കരം നീട്ടണമേ. കർത്താവെ, അവിടുത്തെ വചനം അയച്ച് ആ കുടുംബത്തെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവൻ ഇപ്പോൾ ദൈവസനിലാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവത്തോടുകൂടെ ആദാസനായിരിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ തക്കവിധമുള്ള ജ്ഞാനം ആ കുടുംബത്തിലെ മക്കൾക്ക് ദയവച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പിതാവേ, വേദന അനുഭവിക്കുന്ന ഞങ്ങളെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ മരണത്തെക്കുറിച്ച് ഒരിക്കൽ കൂടെ ഓർക്കുവാൻ, പഠിക്കുവാൻ ഓരോ മരണം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ മരണം വരെ പ്രാർത്ഥനയോടുകൂടെ കർത്താവിനോട് ചേരുന്ന അനുഭവത്തോടുകൂടെ കാത്തിരിപ്പാൻ കൃപയേകണമെന്ന് യാചിക്കുന്നു. ഉച്ച കഴിഞ്ഞ് നടക്കപ്പെടുന്ന അടക്ക ശുശ്രൂഷയിൽ ദൈവസ്ഥാനം നൽകണമേ. അനുഗ്രഹത്തോടുകൂടെ വൈദിക ശ്രേഷ്ഠരുടെ സാന്നിധ്യത്താൽ ആശന നല്ലൊരു അടക്ക ശുശ്രൂഷ നൽകുവാൻ തക്കവിധം ഇടയാക്കണം. നല്ല കാലാവസ്ഥ അവിടെ നിന്ന് ക്രമപ്പെടുത്തണമേ. പങ്കെടുക്കേണ്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് തന്നെ ആ സഭയിലേക്ക്, ആ ശുശ്രൂഷയിലേക്ക് കൂട്ടിച്ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനർത്ഥങ്ങളില്ലാതെ വണ്ണം ഞങ്ങളെയും അവിടുന്ന് വഴി നടത്തണമെന്ന അപേക്ഷയും തിരിഹിത പ്രകാരം ജീവിപ്പാൻ അനുവദിക്കണം. വന്നുപോയ കുറവ്, കുറ്റം, പാപം ഒക്കെ അവിടുന്ന് ക്ഷമിക്കണം. ശേഷം കർത്താവിൻ്റെ മേശയിലേക്ക് വരട്ടെ. അവിടുത്തെ മേശയെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ അർപ്പിച്ച് കുരുത്തോലുകൾ സ്വീകരിച്ച്, അൾത്താരിൽ നിന്ന് ലഭിക്കുന്ന കുരുത്തോൾ സ്വീകരിച്ച് വിശുദ്ധിയോടുകൂടി ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ ഹോസന്നയുടെ പ്രതീകം ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കുരുത്തോലുകളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവിടുന്ന് ആശീർവദിക്കണമേ. അത് സ്വീകരിക്കുന്നവരെയും അത് ഉൾക്കൊള്ളുന്നവരെയും ആശീർവദിക്കണമേ. ഏത് ഭവനത്തിലാണോ ഇത് ഹോസന്നയിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നത്, ആ ഭവനം ദൈവത്താൽ നിറയപ്പെടുന്ന, സമാധാനം നിറയപ്പെടുന്ന ഒരു ഭവനമാക്കി തീർക്കണമെന്ന് യാചിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ചും കാത്തുകൊള്ളണം. യേശുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. ഇപ്പോൾ ഗായിക സംഘം ഒരു ഗാനം ആലപിക്കും. സ്തോത്ര കാഴ്ച സമർപ്പിക്കാം. അതോടൊപ്പം അൾത്താരിൽ നിന്ന് ലഭിക്കുന്ന കുരുത്തോലകളും സ്വീകരിക്കാം. യേശുനാഥന് ഹോശന, യെരൂശലേമിലെ രാജവീതിയിൽ ആർത്തിനാദമുയരുന്നിതാ. യെരൂശലേമിലെ രാജവീതിയിൽ ആർത്തിനാദമുയരുന്നിതാ. അത്യുന്നതന് ഹോശന, യേശുനാഥന് ഹോശന, യെരൂശലേമിലെ രാജവീതിയിൽ ആർത്തിനാദമുയരുന്നിതാ. യെരൂശലേമിലെ രാജവീതിയിൽ ആർത്തിനാദമുയരുന്നിതാ. ഹോശന ഹോശന സ്നേഹരൂപന് ഹോശന, ഹോശന ഹോശന സ്നേഹരൂപന് ഹോശന. ഗർത്തഭത്തിൽ വരുന്നിതാ. പൂമരങ്ങൾ തൻ ചില്ല വീശിലും മാനവരാർത്തു പാടുന്നു. യേശു തമ്പുരാൻ രാജരാജനായി ഗർത്തഭത്തിൽ വരുന്നിതാ. പൂമരങ്ങൾ തൻ ചില്ല വീശിലും മാനവരാർത്തു പാടുന്നു. ഹോശന ഹോശന സ്നേഹരൂപന് ഹോശന, ഹോശന ഹോശന സ്നേഹരൂപന് ഹോശന. രക്ഷയേകിലും വീതി മാറ്റിലും യേശുനാഥൻ വരുന്നിതാ. നീതമാനവർ ശുദ്ധരാകുവാൻ നീതിയിൽ വസിച്ചിടുവാൻ. രക്ഷയേകിലും വീതി മാറ്റിലും യേശുനാഥൻ വരുന്നിതാ.
നീചമാനവർ ശുദ്ധരാകുവാൻ നീതിയിൽ വസിച്ചിടുവാൻ. ഓശാന ഓശാന സ്നേഹരൂപന് ഓശാന, ഓശാന ഓശാന സ്നേഹരൂപന് ഓശാന. അത്യുന്നതന് ഓശാന, യേശുനാഥന് ഓശാന. യെരൂശലേമിലെ രാജവീതിയിൽ ആർപ്പിനാദമുയരുന്നിതാ. യെരൂശലേമിലെ രാജവീതിയിൽ ആർപ്പിനാദമുയരുന്നിതാ. അത്യുന്നതന് ഓശാന, യേശുനാഥന് ഓശാന. യെരൂശലേമിലെ രാജവീതിയിൽ ആർപ്പിനാദമുയരുന്നിതാ. യെരൂശലേമിലെ രാജവീതിയിൽ ആർപ്പിനാദമുയരുന്നിതാ. ഓശാന ഓശാന സ്നേഹരൂപന് ഓശാന, ഓശാന ഓശാന സ്നേഹരൂപന് ഓശാന, ഓശാന സ്നേഹരൂപന് ഓശാന. യേശുനാഥന് ഓശാന. യെരൂശലേമിലെ രാജവീതിയിൽ ആർപ്പിനാദമുയരുന്നിതാ. യെരൂശലേമിലെ രാജവീതിയിൽ ആർപ്പിനാദമുയരുന്നിതാ. അത്യുന്നതന് ഓശാന, യേശുനാഥന് ഓശാന. യെരൂശലേമിലെ രാജവീതിയിൽ ആർപ്പിനാദമുയരുന്നിതാ. യെരൂശലേമിലെ രാജവീതിയിൽ ആർപ്പിനാദമുയരുന്നിതാ. ഓശാന ഓശാന സ്നേഹരൂപന് ഓശാന, ഓശാന ഓശാന സ്നേഹരൂപന് ഓശാന. രാജരാജനായി ഗർത്തഭത്തിൽ വരുന്നിതാ. പൂമരങ്ങൾ തൻ ചില്ല വീശിടും മാനവരാർത്തു പാടുന്നു. യേശു തമ്പുരാൻ രാജരാജനായി ഗർത്തഭത്തിൽ വരുന്നിതാ. പൂമരങ്ങൾ തൻ ചില്ല വീശിടും മാനവരാർത്തു പാടുന്നു. ഓശാന ഓശാന സ്നേഹരൂപന് ഓശാന, ഓശാന ഓശാന സ്നേഹരൂപന് ഓശാന. നമ്മുടെ കരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്ന കുരുത്തോലുകൾ നമുക്ക് ഉയർത്തിപ്പിടിച്ച് പറയുന്ന വേദഭാഗം നമുക്ക് ഒന്നിച്ച് ഏറ്റുചൊല്ലാം. ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ വാഴ്ത്തപ്പെട്ടവൻ. വരുന്നതായ രാജ്യം
വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ഹോശന്ന. അത്യുന്നതങ്ങളിൽ ഹോശന്ന. പ്രാർത്ഥിക്കാം. സകല സന്തോഷത്തിനും സകല അനുഗ്രഹങ്ങൾക്കും ഉറവിടവും ഉറവയുമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഹോശന്നയിൽ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പൂർണ്ണഹൃദയത്തോടുകൂടെ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ തിരുകൃപയുടെ അനുഭവം നൽകിയതിനായ സ്തുതി. അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന ഉച്ചത്തിൽ ആലപിക്കുവാൻ തക്കവിധം ദൈവം ഞങ്ങളെ സഹായിച്ചുവല്ലോ. പിതാവായ ദൈവമേ, ഈ ഹോശന്നയിൽ ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അധികമായ നന്മകൾ കൊണ്ട് ഞങ്ങളെ അവിടെ നിന്ന് കാവൽ ചെയ്യണമേ. ഞങ്ങൾ അർപ്പിച്ച് കാണിക്ക് അവിടെ നിന്ന് സ്വീകരിക്കുമാറാകണമേ. വഴിപാടുകൾ അർപ്പിച്ച് പ്രാർത്ഥനയിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവീകമായ കൃപ അങ്ങ് പകരണമെന്ന് ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. സാധാരണ സ്തോത്ര കാഴ്ചകൾ, വിശേഷ സ്തോത്ര കാഴ്ചകൾ, പിടിപ്പണ നേർച്ച ഒക്കെ സമർപ്പിച്ച അവിടുത്തെ പ്രിയമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ കൃപയിക്കണമേ. വിശേഷ സ്തോത്ര കാഴ്ചകളുമായി കർത്താവിൻ്റെ സ്ഥലമായിരിക്കുന്ന ബിനോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം നിറയപ്പെട്ട ജീവിതാനുഭവങ്ങൾ അവിടെ നൽകുക. സ്തുതി. ആശീർവാദത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കണമേ. ആയിരിക്കുന്ന ഇടങ്ങളിൽ സുരക്ഷിതത്വം അനുഭവിപ്പാൻ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എബൻ ബിബിനെ ഞങ്ങൾ ഓർക്കുന്നു. പ്രിയമകളുടെ ജീവിതത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ. അവിടെ എല്ലാ പ്രവൃത്തികളിലും അധ്വാനങ്ങളിലും മാറ്റമില്ലാത്ത ദൈവ സാന്നിധ്യം നൽകണമെന്ന് യാചിക്കുന്നു. ആ പിക്ചറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജന്മദിന കാണിക്കയുമായി കർത്താവിന് സ്വലായിരിക്കാൻ പ്രിയ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിച്ചു പുതുവർഷം അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി തീർക്കണമെന്ന് യാചിക്കുന്നു. അരുണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്നിടത്തിൽ കൂടെ ഇരിക്കണമേ. അവൻ്റെ അധ്വാനങ്ങൾ എല്ലാം ദൈവം അനുഗ്രഹിച്ചു കൊടുക്കണമേ. അവൻ്റെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയതുപോലെ ലേല കാണിക്ക സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന രാജേഷ് ഭവനിലെ രാജേഷ്, സെന്തുകുമാരി, അഖില, ആദിത്യ എന്നിവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ സന്നദ്ധിയിൽ പ്രിയ കുടുംബം പൂർണ്ണ മനസ്സോടുകൂടി അർപ്പിച്ചിരിക്കുന്ന ഈ കാണിക്ക് അവിടെ നിന്ന് സ്വീകരിച്ചും അവ കുടുംബത്തെയും അർപ്പിച്ച കരങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. 4 പേരും അടങ്ങുന്ന ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ആവശ്യം കർത്താവ് നിറവേറ്റി കൊടുക്കണമേ. ദോഷങ്ങളൊന്നും അവിടെ നിന്ന് വീണ്ടെടുക്കുവാൻ കർത്താവ് കൂടെ ഇരിക്കണമേ. പഠനങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ദൈവജ്ഞാനം നൽകണമേ. പരീക്ഷകൾ എഴുതി നല്ല വിജയം കരസ്ഥമാക്കുവാൻ തുടർ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിച്ചേരുവാൻ അനുവദിക്കണമെന്ന് യാചിക്കുന്നു. ജന്മദിന സ്തോത്ര കാഴ്ചകളുമായി കർത്താവിന് സ്വലായിരിക്കുന്ന ഗീത, അർഷ എന്നിവർക്കായി സന്ദീപ സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, ഇവർ അർപ്പിച്ച് കാണിക്ക് അവിടെ നിന്ന് സ്വീകരിക്കുകയും പുതിയ ദിനങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളാക്കി തീർക്കുകയും ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ച ജന്മദിനത്തിലെ പ്രവേശിപ്പാനായിട്ടൊരുങ്ങുന്ന അച്ചു അലീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷിക ദിനത്തിലേക്ക് പ്രവേശിപ്പാനായിട്ടൊരുങ്ങുന്ന രമ്യ സന്തോഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏവരെയും അവിടെ ജീവിതത്തെയും അനുഗ്രഹിക്കുവാൻ കർത്താവ് കൂടെ ഇരിക്കണമേ. സമൃദ്ധിയും സന്തോഷം നൽകി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളുകളിൽ ലഭ്യമാകുവാനിരിക്കുന്ന സന്തോഷം, അനുഗ്രഹം ദൈവത്താൽ സ്വന്തമാക്കുവാൻ, പ്രാർത്ഥന സ്വന്തമാക്കുവാൻ അനുവദിക്കണമെന്ന് യാചിക്കുന്നു. പിതാവേ, ഇന്ന് ദൈവസേന ഞങ്ങളെ സമർപ്പിച്ച് ഹോസന്നയുടെ മഹത്വമായി ഞങ്ങൾ പിരിഞ്ഞു പോകട്ടെ. കുരുത്തോലകൾ ഞങ്ങളുടെ ഭവനം സൂക്ഷിക്കുവാൻ, ഹോസന്നയുടെ പ്രതീകമായി ഉൾക്കൊള്ളുവാനുള്ള കൃപയുണ്ടാകണമെന്ന് യാചിക്കുന്നു. ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ, കുറ്റങ്ങൾ, പാപങ്ങളൊക്കെ അവിടുന്ന് ക്ഷമിക്കണം. ഈ ആഴ്ചയിൽ ദൈവാലയം നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും മാനിക്കണമേ. പ്രഭാതത്തിലും സന്ധ്യയിലും നടക്കുന്ന ആരാധനകളിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ആരാധനകൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനകളെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. പെസഹ വ്യാഴാഴ്ച ആരാധനയിൽ കർത്താവിൻ്റെ കൃപയുണ്ടാകണമേ. അന്നേ ദിവസം പുതുതായി തിരുവത്താഴത്തിലെ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നവരെ ദൈവം ആശീർവദിക്കുമാറാകണമേ. തുടർന്ന് ദുഃഖവെള്ളിയാഴ്ച ആരാധനയിലും കുരിശിൻ്റെ വഴിയിലൊക്കെ കൂടെ ഇരിക്കണമേ. അന്നേ ദിവസം വചനം പ്രഘോഷിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ശേഷം നടക്കപ്പെടുന്ന പുനരുദ്ധാന മഹോത്സവത്തിലും അവിടുന്ന് കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവനാമത്വത്തിനു വേണ്ടി നിറവേറ്റുവാൻ നല്ല ആലോചന പരിശുദ്ധാത്മാവിന് നൽകണമേ. എല്ലാവിധമായ അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കണമേ. ഈ ആഴ്ച പ്രാർത്ഥന മുറുകെ പിടിക്കുവാൻ, പിശാചിൻ്റെ ബന്ധനങ്ങൾ മോചനം പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കണം. ക്രൈസ്തവനാൽ ഞങ്ങളുടെ
പ്രാർത്ഥന കേൾക്കണ സ്വർഗീയ പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുവിടണമേ, തിരുരാജ്യം വരണമേ, തിരു ഇഷ്ടസ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾ ദിവസമുള്ള ആഹാരം നീ തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളവരല്ലോ. ആമേൻ. വീണ്ടും നിൻ മുൻപിൽ ഞങ്ങൾ സ്തോത്ര സംഗീതങ്ങൾ ചൊല്ലിടുന്നു. ആരാധന തീർന്നു പോകും മുൻപേ ആശീർവാദത്തിനായി കുമ്പിടുന്നു. യഹോവ നിന്നെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്നെ മേൽ പ്രകാശിപ്പിച്ചു നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. എന്റെ സർവ്വവരങ്ങളെ പരിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ ബലമേ യഹോവയെ വാഴ്ത്തുക. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആമേൻ. സഹകരിക്കാം. വിശുദ്ധാരാധനയിൽ പങ്കെടുത്ത എല്ലാവർക്കും ദൈവനാം നന്ദി സ്നേഹം അറിയിക്കട്ടെ. തുടർന്ന് പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുണ്ട്. എല്ലാവരും സഹകരിക്കാം.